വൈരാഗ്യം വരുന്നതിന് പരമ്പരാഗതമായ വൈരാഗ്യം പാഠശാലയിൽ പഠിച്ചത് കൊണ്ടൊന്നും വരില്ല. നല്ല വൈരാഗ്യം ലൗകിക ജീവിതത്തിൽ വിവേകത്തോട് ജീവിക്കുമ്പോൾ, സത്സംഗമൊക്കെ ചെയ്തുകൊണ്ട്, ഭഗവത് ഭക്തി ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈശ്വര അനുഗ്രഹം കൊണ്ടാണ് വൈരാഗ്യം വരുന്നത്. ഉത്തമ വൈരാഗ്യം, വെറുപ്പല്ലാതെ, ലോകത്തിനോടുള്ള വെറുപ്പ് വൈരാഗ്യമല്ല. എല്ലാവരോടും വെറുത്തു പോവുക, അതല്ല വൈരാഗ്യം. ജ്ഞാനത്തിന് അനുകൂലമായ അനിത്യമായ, നമ്മളെ നമ്മുടെ മനസ്സിനെ ശിഥിലമാക്കുന്ന വിഷയങ്ങളോടുള്ള അലംഭാവം, വേണ്ട എന്നുള്ള തോന്നൽ, അതാണ് വൈരാഗ്യം. പിന്നെ അതൊരു മൂഡാണത് വൈരാഗ്യം. ഇപ്പോൾ ഭക്തിയിൽ വൈരാഗ്യം വരുമ്പോൾ ഭഗവാൻ മാത്രം സത്യം, ബാക്കിയൊക്കെ അസത്യം എന്ന് തോന്നും ഉള്ളിൽ. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറയുന്ന പോലെ ഭഗവത് ഭക്തി മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല, കാര്യമൊന്നും തന്നെ. അപ്പോൾ ആ വൈരാഗ്യം വരുമ്പോൾ ആദ്യ പടി അതാണ്. ഈ അധ്യാത്മമാർഗം മാത്രമാണ് ഇനി എനിക്ക് സത്യം, ബാക്കിയൊന്നും കാര്യമില്ല, ബാക്കിയൊക്കെ എത്ര കണ്ട് ചെയ്യണോ ചെയ്യാം, ഇതിനാണ് ഫുൾ ഫോക്കസ്. അപ്പോൾ അത് അതിനുള്ള ശക്തി പരവൈരാഗ്യം എന്ന് പറയും. പരവൈരാഗ്യം എന്ന് വെച്ചാൽ സ്റ്റഡിയായിട്ട് നിൽക്കുന്ന വൈരാഗ്യമാണ്. അനിത്യവസ്തുക്കളിൽ മനസ്സ് പോകുന്നില്ല, നിത്യവസ്തുവിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി തരുന്നു നമുക്ക് വൈരാഗ്യം. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യന് വിവേകത്തിൻ്റെ ഫലമായിട്ട് വരേണ്ടതാണ് ഈ സ്ഥിതി. അറിവിൻ്റെ ഫലമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനും, നമ്മളെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കാനും, നമുക്ക് ഉത്തമമായ സത്യത്തിനെ തിരഞ്ഞെടുക്കാനും, സത്സംഗത്തിലും ജ്ഞാനവിചാരത്തിലും ഇരിക്കുമ്പോൾ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ വരുമോ അതൊക്കെ ഉപേക്ഷിക്കാനുള്ള ശക്തിയാണ് വൈരാഗ്യം. അത് പാഠശാലയിലുള്ളത് കൊണ്ടൊന്നും വരില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരാൾ പാഠശാലയ്ക്കല്ല പോണത്. പാഠശാലയൊക്കെ കുട്ടികൾ പഠിക്കാൻ പോണ സ്ഥലമാണ്. ഒരു ഉത്തമ ആചാര്യൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നത്, ഈ സത്യം ചോദിക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഇതപ്പോൾ ഇങ്ങനെ ഇരിക്കണ സത്സംഗത്തിലാവാം. അപ്പോൾ ഇതും ആര് പറഞ്ഞു ഇത് ഒരു പാഠശാലയല്ല എന്ന്? ആര് പറഞ്ഞു ഇതൊരു ആശ്രമസന്നിധി അല്ല എന്ന്? 7 ദിവസം ഇരുന്ന് കേൾക്കുന്നു, നിങ്ങൾക്ക് പലരും 7 ദിവസമല്ല, എവിടെയൊക്കെ സത്സംഗം നടക്കുന്നു അവിടെയൊക്കെ വന്ന് ശ്രവണം ചെയ്യുന്നു. ഇത് തന്നെയാണ് അതിൻ്റെ വഴി, ഇത് തന്നെയാണ് ഉത്തമ ശ്രവണം. നിങ്ങളിതൊക്കെ ഒരു സ്കൂൾ പോലെ കോളേജ് പോലെ കണക്കാക്കി വെച്ചാൽ വഴിതെറ്റിപ്പോവും. എവിടെയോ പോകണം, എവിടെയോ പോയിട്ട് ഇരിക്കണം, അങ്ങനെയല്ല. ഇത് തന്നെയാണ് ശ്രവണം. ഇത് ഇപ്പോൾ വിളിച്ച് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ മിണ്ടിയില്ലല്ലോ, അതാണ് ശരിയായിട്ടല്ലാത്ത ഉപസത്തി. ഇവിടെ ഉണ്ടെങ്കിൽ അത് ശരിയായ ഉപസത്തിയല്ല. അപ്പോൾ ശരിയായ ഉപസത്തി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കംപ്ലീറ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, മാനാപമാനങ്ങളൊന്നുമില്ല, ഈ സത്യത്തിന് വേണ്ടിയുള്ള ഭാവം ഉണ്ടാവും. അതാണ് അതിൻ്റെ മുഖ്യമായ കാര്യം. അപ്പോൾ ഈ തത്വവിചാരം ആവർത്തിച്ച് ശ്രവണം ചെയ്ത് ജീവിതക്രമം ചിട്ടപ്പെടുത്തിയാൽ മതി. പക്ഷേ അതിന് വേണ്ട അനുകൂലമായ എല്ലാ സാധനങ്ങളെയും സ്വീകരിക്കേണ്ടി വരും. ഇതാണ് അതിൻ്റെ കാര്യം.